പിന്നെ നമ്മൾ പഠിച്ചിരുന്നത് സബ്സ്പേസ് എന്തായിരുന്നാണ്. അപ്പോൾ സബ്സ്പേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. സബ്സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. എന്തായിരുന്നു സബ്സ്പേസ്? അപ്പോൾ എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. A non-empty subset of a vector space V is called a subspace of V if S itself is a vector space. S itself is a vector space. Under the operations of addition and scalar multiplication. Under the operations of addition and scalar multiplication defined on V. അപ്പോൾ V എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. V എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് ഉണ്ട്. അഡീഷൻ ആൻഡ് സം സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതേ ഓപ്പറേഷനിൽ എസ് എന്താവണം? വെക്ടർ സ്പേസ് ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എസ് എന്ന് പറയുന്നത് വിന്റെ സബ്സ്പേസ് ആണെന്ന് പറയും. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ അതേ ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സബ്സെറ്റ് ആവണം, നോൺ എംപ്റ്റി ആവണം. ഇത്രയും ഉണ്ടെങ്കിൽ നമ്മൾ പറയാം എസ് എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ്. അപ്പൊ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ക്രൈറ്റീരിയ നോക്കേണ്ടതുള്ളൂ. ഒരു എസ് എന്ന് പറഞ്ഞ സബ്സെറ്റ് തന്നു കഴിഞ്ഞാൽ അത് സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മളൊരു തിയറം പഠിച്ചായിരുന്നു. ക്രൈറ്റീരിയ ഫോർ എ സബ്സ്പേസ്. രണ്ട് ക്രൈറ്റീരിയ പറയുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താ? എസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ അഡീഷനിലും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും എസ് ക്ലോസ്ഡ് ആണെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ x comma y belongs to S implies x plus y belongs to S for all x comma y belongs to S. ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ വെക്ടർ അഡീഷൻ. ഇനി സെക്കൻഡ് വൺ, ഒരു x belongs to S implies some alpha x belongs to S for all x belongs to S and for every alpha, every scalar alpha. അപ്പോൾ ഇത് ക്ലോഷർ പ്രോപ്പർട്ടി, ക്ലോസ്ഡ് അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇതിലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിലെ ഓപ്പറേഷൻസ് ആണ് എടുക്കുക. ഈ അഡീഷനും ഇവിടുത്തെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിലുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ രണ്ടും കൂടെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പറയാം. ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ ഈ രണ്ട് കണ്ടീഷനും കൂടെ ഒറ്റ അടിക്ക് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ എസ് എന്ന് പറയുന്നത് വിയുടെ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ ബിലോങ്സ് ടു എസ് ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എസ് ആൻഡ് ഫോർ എവറി സ്കെയിലാർ ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ ഇതിൽ വെക്ടർ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് വന്നിരിക്കണം. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എസ് എന്ന് പറയുന്നത്. ഇത് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് രണ്ട് ചെക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് പറയാം ക്ലോസ്ഡ് അണ്ടർ അഡീഷനും ആണ് ആൻഡ് ക്ലോസ്ഡ് അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ സബ്സ്പേസിന്റെ കാര്യത്തിൽ പഠിച്ചിരുന്നത്. ഇനി നമ്മൾ
സ്മോളസ്റ്റ് സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിരുന്നു. സ്മോളസ്റ്റ് സബ് സ്പേസ് എന്താ? സീറോന്റെ സെറ്റ്, അതാണ് സ്മോളസ്റ്റ് സബ് സ്പേസ്. അതിനെ നമ്മൾ ട്രിവിയൽ വെക്ടർ സ്പേസ് എന്ന് പറയുന്നു. സ്മോളസ്റ്റ് സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ ട്രിവിയൽ വെക്ടർ. ഇതാണ് നമ്മുടെ സ്മോളസ്റ്റ് സബ് സ്പേസ്. സോറി, സീറോ ആണ്. ഇതാണ് സ്മോളസ്റ്റ് സബ് സ്പേസ്, ട്രിവിയൽ വെക്ടർ സ്പേസ് എന്ന് പറയും. പിന്നെ നമ്മൾ സബ് സ്പേസ് ആണോ ചെക്ക് ചെയ്യാൻ കുറെ പ്രോബ്ലംസ് ചെയ്തിരുന്നു. അപ്പൊ ഇതിന് ശേഷം നമ്മൾ ഇനി പഠിച്ചത് ലീനിയർ കോമ്പിനേഷൻ ആൻഡ് ലീനിയർ സ്പാൻ എന്താണ്. ലീനിയർ കോമ്പിനേഷൻ ആൻഡ് ലീനിയർ സ്പാൻ. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ലീനിയർ സ്പാൻ പറയുമ്പോൾ നമ്മൾ എസ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn. S is a subset of a vector space V. S എന്ന് പറഞ്ഞാൽ subset of a vector space V ആണ്. Then the vector alpha 1 x1 plus alpha 2 x2 plus etc. alpha n xn. For some scalars alpha 1 alpha 2 ഒക്കെ scalars ആണ്. എക്സെട്ര ആൽഫ n സ്കേലാസ് ആണ്. ഈ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് ആൽഫ എക്സെട്ര പ്ലസ് ആൽഫ n xn എന്ന് പറഞ്ഞ വെക്റ്റർ, അതിനെയാണ് നമ്മൾ, ഈ വെക്റ്ററിനെയാണ് നമ്മൾ പറയാ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ S. ഇതിനെ നമ്മൾ പറയും ലീനിയർ കോമ്പിനേഷൻ ഓഫ് vectors in S നമ്മൾ പറയും. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നു നിങ്ങളോട്, അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറഞ്ഞാൽ സം ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് അങ്ങനെ എഴുതിയാൽ മതി. അതാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ആൽഫ 1 ആൽഫ 2 ഒക്കെ നമ്മൾ സ്കേലാസ് ആണ് പറഞ്ഞു. അപ്പോൾ ഓൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n സീറോ ആയാൽ, എല്ലാ ആൽഫ എന്നുകളും സീറോ ആയാൽ നമ്മൾ ആ ലീനിയർ കോമ്പിനേഷനെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ പറയും. എല്ലാ ആൽഫ എന്നുകളും എന്ന് വെച്ചാൽ ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ആൽഫ n ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ പറയും. ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയും. ഇനി അറ്റ്ലീസ്റ്റ് ഒരാൽഫ n നോട്ട് ഈക്വൽ ടു സീറോ ആയാൽ, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം നോട്ട് ഈക്വൽ ടു സീറോ ആയാൽ മതി. ഇത് മൊത്തം സീറോ ആയാൽ നമ്മുടെ ഈ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം സീറോ ആവും. ഏതെങ്കിലും ഒരെണ്ണം സീറോ അല്ലാതിരുന്നാൽ അത് നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ആവും. അപ്പൊ ഇതാണ് ലീനിയർ കോമ്പിനേഷനെ പറ്റി പറയുന്നത്. ഇനി അടുത്തത് ലീനിയർ സ്പാൻ ആണ് അല്ലെ. അപ്പൊ നമ്മളിത് സെറ്റ് തന്നെയാണ് എടുക്കുന്നത്. എസ് എന്ന് പറയുന്നത് സെറ്റ് x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് V. V എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. ദെൻ the set of all vectors which are linear combination of vectors in S. അപ്പൊ നേരത്തെ എടുത്ത് നമ്മൾ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരുന്നത്, അതുപോലത്തെ എല്ലാ സെറ്റുകളും അതൊരു ലീനിയർ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്, അതിനെയാണ് നമ്മൾ ലീനിയർ സ്പാൻ എന്ന് പറയും. അപ്പൊ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ലീനിയർ സ്പാൻ ഓഫ് എസ് എങ്ങനെയാ? അതിന് സെറ്റ് ഓഫ് ഓൾ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn, ആ സെറ്റ് മൊത്തം എഴുതും. സച്ച് ദാറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആർ സ്കേലാർസ്. അപ്പൊ ഇതാണ് സ്പാൻ ഓഫ് എസ് എന്ന് പറയും. സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ ലീനിയർ കോമ്പിനേഷനുള്ള എസിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷന്റെയും കളക്ഷൻ ആണ്. അപ്പൊ അതാണ് സ്പാൻ. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു തിയറായിരുന്നു.
ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ ഈ സെറ്റ് എടുക്കുക, വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ്, ദെൻ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് വി ആയിരിക്കും. സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് വെക്ടർ സ്പേസ് ആയിരിക്കും. എസ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് വി ആണ്. അങ്ങനെയാണെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് വി ആയിരിക്കും. ആ തിയറം പ്രൂഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. പിന്നെ കുറച്ച് എക്സാമ്പിളുകൾ പഠിച്ചിരുന്നു. ലീനിയർ കോമ്പിനേഷൻ്റെ സ്പാനിൻ്റെ ഒക്കെ കുറച്ച് എക്സാമ്പിൾ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങാം.